ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. കൊണ്ടാഴിയിൽ കാട്ടുപന്നികളുടെ വിളയാട്ടത്തിൽ വൻ കൃഷിനാശം. അധികൃതരാകട്ടെ പതിവ് നിദ്രയിലും. കൊണ്ടാഴിയിൽ കാട്ടുപന്നികളുടെ വിളയാട്ടത്തിൽ നെൽകൃഷിക്ക് വൻ നാശം. അധികൃതരാകട്ടെ പതിവ് നിദ്രയിലുമാണ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ കുഴിയമ്പാടം പാടശേഖരത്തിലാണ് കാട്ടുപന്നികളുടെ കടന്നാക്രമണത്തിൽ നെൽകൃഷി നശിച്ചിരിക്കുന്നത്. 45 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന കുഴിയമ്പാടം പാടശേഖരത്തിലെ നെൽകൃഷി ചെയ്യുന്ന മിക്ക കർഷകരും പന്നികളുടെ വിളയാട്ടത്തിൽ നെൽകൃഷി നശിച്ച് ദുരിതത്തിലായിരിക്കുകയാണ്. ഉമ എന്ന നെൽവിത്ത് ഉപയോഗിച്ചാണ് ഇവർ കൃഷി ഇറക്കിയിരിക്കുന്നത്. കൃഷി ആരംഭിച്ചത് ഒക്ടോബർ 20-നായിരുന്നു. കൃഷിയിടത്തിന് ചുറ്റും നെറ്റ് കെട്ടിയും മറ്റും പന്നി കടക്കാതിരിക്കുന്നതിനായി സുരക്ഷ ഒരുക്കിയിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം കുത്തിമറിച്ചായിരുന്നു കാട്ടുപന്നികളുടെ കൂട്ടമായുള്ള കടന്നുവരവ്. അനുദിനം കൃഷിയിടങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ കിട്ടാവുന്ന നെല്ല് കൊയ്തെടുക്കുന്നതിനായി കൃഷിയിടത്തിൽ കൊയ്ത്ത് മിഷൻ എത്തിച്ചു ഇവിടെയുള്ള കർഷകർ. നെല്ല് മൂപ്പെത്തുന്നതിന് ഇനിയും ഒരാഴ്ചയുണ്ടെങ്കിലും വേഗം കൊയ്തെടുക്കുകയായിരുന്നു. 35 കർഷകരായിരുന്നു ഈ കുഴിയമ്പാടം പാടശേഖരത്തിൽ കൃഷി ഇറക്കിയിരുന്നത്. കുഴിയമ്പാടം പാടശേഖര സമിതി സെക്രട്ടറിയും പാരമ്പര്യ കർഷകനുമായ അച്യുതൻ മാസ്റ്റർ പാടശേഖര സമിതിയിലെ കർഷകരുടെ ദുസ്ഥിതി വിവരിക്കുന്നു. 40% നെല്ല് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വെള്ളം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് നെല്ല് മാത്രമല്ല, അതിൻ്റെ വൈക്കോല് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊയ്യുമ്പോൾ അറിയില്ല എത്രത്തോളം നഷ്ടമുണ്ടെന്ന് കൊയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ പുറമേ നോക്കിയാൽ കൃത്യമായിട്ട് അറിയില്ല, കൊയ്ത്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റുക. കാരണം കുറേ പന്നി ചാടി നശിപ്പിച്ചിട്ട് മണി കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഈൽഡ് നമുക്ക് കുറയും. ഏതാണ്ട് 45 ചില്ലാനം ഏക്കർ ഭൂമി കുഴിയമ്പാടം പാടശേഖരത്തിൻ്റെ കീഴിലുണ്ട്. അതിൽ 35 കർഷകരുണ്ട്. ഊന്ന് തന്നെ, എല്ലാം ഊന്ന് തന്നെ. അതിൽ 1-2 പാർട്ടി വിത്ത് മാറ്റി പടുന്നുണ്ട്. പക്ഷെ അത് നഷ്ടത്തിലാണ്. ആ കൃഷി മോശമായി. വിത്ത് മാറ്റി ഒക്ടോബർ 20 നഷ്ടമാണ്. ഇപ്പം ഞങ്ങൾ ശരിക്കും പിന്നെ 100% കൊയ്യാറായിട്ടല്ല കൊയ്യണത്. പക്ഷേ ഇത് നിവൃത്തിയില്ല. കാരണം ഇത് രാത്രി കാവൽ കിടന്ന് രാത്രി 2 മണി വരെ ഇരുന്ന് പടക്കം പൊട്ടിച്ചിട്ടും ഓടിപ്പിച്ചിട്ടും നമ്മൾ സഹി കേട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു വിളവ് താത്തിയാൻ മുറിക്കുന്നത്. ഇത് താത്തി മുറിക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ഈൽഡ് കിട്ടില്ല, വെയിറ്റ് കിട്ടില്ല, അതിൻ്റെ പൈസ കുറയും. ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് മുമ്പേ കൊയ്തെടുക്കുമ്പോൾ നെല്ലിന് തൂക്കം കുറയുമെന്നും വൈക്കോൽ പൂപ്പടിച്ച് കേടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പാടശേഖരത്തിൽ ചില കർഷകർ സോളാർ വേലി ചെയ്തതിനാൽ അവർക്ക് കൃഷിയിടത്തിൽ പന്നിയുടെ ആക്രമണം ഒഴിവായി. തുടർന്ന് ഇനി കൃഷി ആരംഭിക്കുകയാണെങ്കിൽ സോളാർ ഫെൻസിംഗ് ചെയ്യേണ്ടി വരുമെന്നത് സാമ്പത്തിക ബാധ്യത വരുത്തുന്നതാണ്. സർക്കാരിന്റെ സബ്സിഡി എന്നുള്ളത് പത്രത്തിൽ മാത്രമുള്ളതാണെന്നും പാത്രത്തിലില്ലെന്നും കർഷകർ വ്യക്തമാക്കുകയുണ്ടായി. പാടശേഖര സമിതിയിലെ മറ്റൊരു കർഷകനായ AR രാജനും കാട്ടുപന്നി മൂലമുള്ള ജീവിത പ്രതിസന്ധി വിശദമാക്കി. കാർഷിക രംഗം സുഗമമാക്കി കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ട അധികൃതർ കൃഷിയെ അവഗണിച്ച് കർഷകരെ കൃഷിയിടത്തിൽ നിന്നും കൂട്ടപലായനത്തിന് നിർബന്ധിക്കുകയാണ് എന്നുമാണ് കർഷകരുടെ ആരോപണം. നാശം സംഭവിച്ചില്ല. ഇപ്രാവശ്യമാണ് കൂടുതൽ നാശം സംഭവിച്ചത്. 40% കണ്ട് നശിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ നാശം കൃഷി വകുപ്പിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൃഷി വകുപ്പിനെ അറിയിച്ചിട്ട് അവര് മറ്റു ഫോറസ്റ്റുകാരെ അറിയിക്കാൻ പറയും. അല്ലാതെ നമുക്കൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഫോറസ്റ്റുകാരെ അറിയിപ്പിച്ചോ? അറിയിച്ചിട്ടൊന്നുമില്ല. CCV ന്യൂസ്, കൊണ്ടാഴി.